പാർലമെന്റിൽ ഇന്നലെ രാത്രി വൈകിയാണ് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കിയത്. 8 മണിക്കൂറായിരുന്നു രാജ്യസഭയിൽ ഇന്നലെ ചർച്ച അനുവദിച്ചത്. പക്ഷേ ആ ചർച്ച 6.5 മണിക്കൂറിൽ അവസാനിപ്പിച്ച് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും ഹനിച്ചുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. JDUവിന്റെയും TDPയുടെയും ഒക്കെ പിന്തുണയുള്ളതുകൊണ്ട് അവർക്ക് അനായാസം അവിടെ അത് പാസ്സാക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെയും അവഗണിച്ച് ബില്ല് പാസ്സാക്കുന്നു. ഇനി രാഷ്ട്രപതി ഒപ്പിടുമ്പോൾ ആ ബില്ല് രാജ്യത്തിന്റെ നിയമമായി മാറുകയും ചെയ്യും. എന്നോടൊപ്പം അബ്ദുൾ റഷീദ് കൂടി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. ഇന്നലെ പാർലമെന്റിൽ രാത്രി വൈകി അർദ്ധരാത്രിയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. റഷീദ്, ഗുഡ് മോർണിംഗ്. ഏതായാലും VBG റാംജി ബിൽ, തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ടുള്ള പുതിയ നിയമം, അത് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നു. ഇന്നലെ ചർച്ചയ്ക്ക് അനുവദിച്ച സമയം പോലും വെട്ടിക്കുറച്ചുകൊണ്ടാണ് രാജ്യസഭയിൽ കേന്ദ്രം ആ ബില്ല് പാസ്സാക്കിയെടുത്തത്. എന്താണ് ഇന്നലെ സംഭവിച്ചത് രാജ്യസഭയിൽ രാത്രി വൈകി അർദ്ധരാത്രിയിലും? ഗുഡ് മോർണിംഗ് മനു. മഹാത്മാഗാന്ധിയുടെ രണ്ടാം വധം എന്ന പ്രതിപക്ഷം ആരോപിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിട്ടുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ബില്ല് രാജ്യസഭയും ഇപ്പോൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നത്. എന്തായാലും 8 മണിക്കൂർ ചർച്ച നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മണിക്കൂറുകളോളം വെട്ടിച്ചുരുക്കിക്കൊണ്ട് വേഗത്തിൽ ഈ ബിൽ പാസ്സാക്കി എടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിൽ പോലും അത് വകവെക്കാതെ ഈ ബില്ല് മുന്നോട്ട് കൊണ്ടുപോവുക, പാസ്സാക്കി നിയമമാക്കി എടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും കടുത്ത വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് നിരവധിയായിട്ടുള്ള ഭേദഗതികൾ പ്രതിപക്ഷ MP-മാർ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷേ ആ ഭേദഗതികളെ അപ്പാടെ തള്ളുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇതിലേറെ പ്രധാനപ്പെട്ടത് ഈ തൊഴിൽ ദിനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 125 തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നെങ്കിൽ പോലും അത് 200 ഉയർത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം വിവിധ MP-മാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാ തലത്തിലടക്കം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് ഈ പദ്ധതി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ തന്നെയും പിൻവലിക്കണമെന്നുള്ള ആവശ്യങ്ങൾ കൂടി ചില MP-മാർ ഉയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവയും വകവെക്കാത്ത ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ ബില്ലുകൾ കീറിയെറിയുന്ന പ്രതിഷേധങ്ങളിലേക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയും കടന്നിരുന്നത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആളുകൾ ഇത്തരം ബില്ലുകളെ കീറിമുറിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും തൊഴിലാളി വിരുദ്ധ നയത്തിൻ്റെ ഭാഗമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുന്നത് കൂടി പുതിയ ബില്ലായി അല്ലെങ്കിൽ പുതിയ നിയമമായിക്കൊണ്ട് ഇത് രാജ്യത്തിൽ പ്രാബല്യത്തിൽ വരികയാണ്. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ രണ്ടാം വധം നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഇത്തരത്തിൽ ഏറെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ബില്ലുകൾ പാസ്സാക്കി എടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നയം കേന്ദ്ര സർക്കാർ അത് പതിവാക്കുന്ന സമീപനമാണ് കഴിഞ്ഞ ദിവസവും കണ്ടിട്ടുള്ളത്. 8 മണിക്കൂർ ചർച്ച പറഞ്ഞതെങ്കിൽ പോലും മണിക്കൂറുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അത് പാസ്സാക്കി എടുക്കുക, അതോടൊപ്പം തന്നെ എല്ലാ സഭാംഗങ്ങൾക്കും സംസാരിക്കാനുള്ള സമയം അനുവദിക്കാത്ത ഒരു സമീപനം കൂടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ലോക്സഭയിൽ നേരത്തെ ഈ ബില്ല് കനത്ത പ്രതിഷേധങ്ങൾക്കിടെ പാസ്സാക്കി എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വേഗത്തിൽ ഈ ബില്ല് പാസ്സാക്കി അത് നിയമമാക്കി കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇതിലേറെ പ്രധാനപ്പെട്ടത് ഇന്ന് ശൈത്യകാല സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ തിടുക്കത്തിലുള്ള ഒരു പ്രവൃത്തി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഈ ബില്ലുകളൊന്നും തന്നെ ഷെഡ്യൂളുകൾ ചെയ്തിരുന്നില്ല. ഈ ബില്ലുകൾ കൊണ്ടുവരുന്ന തലേ ദിവസം മാത്രമാണ് MP-മാർ പോലും ഇത് അറിയുന്നത്. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും MP-മാർ പോലും ഇത് അറിയുന്നത് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവരികയും അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനം കൈക്കൊള്ളുകയാണ് മോദി സർക്കാർ. ഏറെ ചുരുങ്ങിയ ശൈത്യകാല സമ്മേളനമാണ് ഇത്തവണ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ രാജ്യത്തെ തൊഴിലാളികളെ അടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന വിവിധ ബില്ലുകൾ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. അതിലേറെ പ്രധാനപ്പെട്ടതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. അതിനി രാഷ്ട്രപതി ഒപ്പിടുന്നത് കൂടി അത് നിയമമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ സ്വകാര്യ പങ്കാളിത്തം, ഈ ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്ന
ബില്ല് കഴിഞ്ഞ ദിവസം പാസ്സാക്കിയെടുത്തു. അതോടൊപ്പം ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം കൊണ്ടുവരുന്ന ബില്ലുകൾ പാസ്സാക്കിയെടുത്തു. ഇങ്ങനെ രാജ്യത്തെ അട്ടിമറിക്കുന്ന തലത്തിലേക്കുള്ള ചില നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെയും അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ദില്ലിയിലെ വായുമലിനീകരണം അടക്കം നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ളൊരു ആവശ്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നെങ്കിൽ പോലും അതൊന്നും വകവെക്കാതെ ആണ് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആദ്യഘട്ടങ്ങളിൽ, അതായത് ഈ മാസം 1-ാം തീയതി മുതലാണ് ഈ സഭ ആരംഭിച്ചത്. ആ സമയത്തൊക്കെ തന്നെയും ശൂന്യവേളകൾ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിൽ കടുത്ത പ്രതിഷേധം എംപിമാർ ഉയർത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇത്തരം പ്രധാനപ്പെട്ട ബില്ലുകൾ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അത് തിടുക്കത്തിൽ പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത്. എന്നാലും നിലവിൽ ഈ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ തന്നെയും അത് പാസ്സാക്കിയെടുക്കുകയും ഇനി രാഷ്ട്രപതി ഒപ്പിടുന്നത് കൂടി അത് പുതിയ നിയമങ്ങളായി വരികയും ചെയ്യും എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ളത്. ശരി, ഒരു കാര്യം കൂടിയുണ്ട്. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കർഷക സംഘടനകളടക്കം മുന്നിട്ടിറങ്ങുകയാണല്ലോ. ഇന്നു മുതൽ അവരുടെ പ്രതിഷേധങ്ങൾ തുടങ്ങുകയാണോ റഷീദ്? മനു, തീർച്ചയായും നേരത്തെ തന്നെ ഈ ബില്ല് സഭയിൽ വന്നപ്പോൾ തന്നെ കർഷക സംഘടനകൾ അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. എന്തായാലും സംയുക്ത കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ 11 മണി മുതൽ ദില്ലി ജന്തർ മന്ദിറിലെ പ്രതിഷേധം ആരംഭിക്കും. പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലാ തലത്തിലടക്കം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള ആഹ്വാനം കർഷകർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UP, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഈ ദില്ലിയിലേക്ക് പ്രതിഷേധവുമായി എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഉണ്ടായിട്ടുള്ള കർഷക സമരത്തെ എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ പ്രതിരോധിച്ചിരുന്നത്, സമാനമായിട്ടുള്ള നീക്കം ഈ പ്രതിഷേധത്തിനെതിരെയും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കർഷകർ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് എല്ലാവിധ പ്രക്ഷോഭങ്ങളോട് കൂടി ദില്ലിയിലേക്ക് എത്തുക എന്നുള്ളൊരു തീരുമാനം, അതോടൊപ്പം തന്നെ ഈ ബില്ല് പിൻവലിക്കുക എന്ന ശക്തമായിട്ടുള്ളൊരു ആവശ്യം കൂടി കർഷക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റു സംയുക്ത തൊഴിലാളി സംഘടനകളും വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 22-ാം തീയതി മുതൽ ഇതുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപക പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു റഷീദ്.